ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ മോഡൽ RC200 എങ്ങനെയാണ് നമുക്ക് ക്രാഷ് കാർഡ് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ചെറിയ വീഡിയോ ആവാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പ്ലാൻ ചെയ്തെടുത്തൊന്നുമല്ല. നമ്മളെ വർക്ക്ഷോപ്പിൽ റീസെൻ്റായിട്ട് ഒരു കസ്റ്റമർ ഒന്ന് തേടി വന്നിട്ടുണ്ടായിരുന്നു ഈ ക്രാഷ് കാർഡ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പുള്ളിക്കാരൻ ഈ സാധനം മേടിച്ചിട്ട് യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ തേടി ഷോപ്പിലോട്ട് വന്നത്. അപ്പം നമുക്കെന്തായാലും യൂട്യൂബിലില്ലാത്ത സ്ഥിതിക്ക് നമുക്കും ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് പ്ലേറ്റാണ്. ഈ പ്ലേറ്റിലായിരിക്കും മൊത്തം സെറ്റിങ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 ബുഷും കാര്യങ്ങളും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ബുഷ് വെച്ചാണ് നമ്മൾ ചേസിൽ പിടുത്തം കൊടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നട്ടും ബോൾട്ടും പിന്നെ ബാക്കി സ്പേസർ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഒരു ക്രാഷ് കാർഡ്, ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഈ ഒരു സെറ്റായിട്ട് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1300 രൂപയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ബേസ് പ്ലേറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഇത് പ്രൊജക്ഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബാക്കിലത്തെ ചേസിന് നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ഊരിയെടുക്കണം. അതും പിന്നെ ബാക്കിയുള്ള പിടുത്തം എന്ന് പറയുന്നത് നമ്മളെ മെയിൻ ചേസിലുള്ള പിടുത്തത്തിലായിരിക്കും ബാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും സെറ്റ് ചെയ്യേണ്ടത്. അപ്പം താഴത്തെ ചേസിനെ ഊരിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്പേസർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ 2 സ്പേസർ, ഈ 2 സ്പേസർ ഇട്ടിട്ട് നമ്മളിങ്ങനെ ആയിരിക്കും 2 സൈഡിലുമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും ഈ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതിനേക്കുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.